ഇപ്പോൾ ഈ പറയുന്നത് ഒരു മനഃശാസ്ത്ര കഥയാണ്. എൻ്റെ പേര് ഓട്ടോണമസ് റിഫ്ലക്സ്. ഓട്ടോണമസ് റിഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യണമെന്ന് ചോദിച്ചു. ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, ലോകകാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വണ്ടി അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. അതായത് വണ്ടിയെ ഒരു വശത്തൂടെ നിയന്ത്രിക്കുമ്പോൾ തന്നെ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യുന്നു. സാധാരണ അത് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന സംഗതിയാണ്. ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, പാട്ടും കേൾക്കും, വണ്ടി ഓടിക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? മനസ്സൊരു സമയത്ത് ഒരു സംഗതിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ അമ്മാനവാഴ നട്ടിട്ട് പന്ത് മേലോട്ട് പന്ത് വിടും. 5 പന്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കറക്കി മേലോട്ട് വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു സമയം ഒരു പന്ത് മാത്രമേ അയാൾ ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി പന്തെല്ലാം ആകാശത്ത് കിടക്കുകയാണ്. അത് വരുമ്പോൾ അതിനങ്ങ് വിട്ടുവിടും. അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഒരു പന്ത് മാത്രമേ അയാൾ ടച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വെച്ചാൽ മനസ്സിൻ്റെ വേഗതകൾ, അതിലേക്ക് നമ്മൾ മനസ്സും കൈയും കൂടെ ചേർന്നിട്ടൊരു വേഗതയുടെ ഒരു രമ്യഭാവം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സിങ്ക്രണൈസിങ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അമ്മാനമാടുന്ന കാര്യം പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ ഇപ്പം ഞാൻ രാവിലെ മെഡിക്കൽ കോളേജിൽ നടക്കാൻ പോകുന്ന സമയത്ത്, മെഡിക്കൽ കോളേജിൽ ഞാൻ രാവിലെ നടക്കാൻ പോകുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓടി തരും. അപ്പോൾ അത് എഴുതി തന്നെ വേറെ റൂട്ടിൽ കൂടെ കൊണ്ടുപോകാനെന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയാലെന്ത്, അല്ലെങ്കിൽ ഇത് തന്നെ ശരിയാണോ, അങ്ങനെ ചിന്തകൾ. പക്ഷേ നടക്കണമുണ്ട്, കാലുകൊണ്ട് നടക്കണമുണ്ട്, മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തകൾ നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കും. അപ്പോൾ അതും ഇതുവരെ ഓട്ടോണമസ് റിഫ്ലക്ഷൻ. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്. വേറൊരു ഉദാഹരണം പറയാം. അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയെ. അയാളുടെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു, ഒരു പുരുഷൻ. അയാൾ വന്നിട്ട് പറഞ്ഞ് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അത്ര തൃപ്തികരമല്ല, അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വളരെ നിരാശനാണ് ആ കാര്യത്തിൽ. അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞ എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അങ്ങനെ പിന്നീട് ഇയാൾ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, അതിന് കാരണം കണ്ടെത്തിയത്, ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഈ സ്ത്രീ അവർ ലോകകാര്യങ്ങളിലോട്ട് പോകും, പല ചിന്തകളിലേക്ക് അവർ പോകും. അവർ പറയും, നമ്മുടെ മോള് വലുതായി വരുമ്പോൾ ഇവിടെ ശാരീരിക ബന്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ മോള് വലുതായി വരുമ്പോൾ അവൾക്ക് അവളെ കല്യാണം കഴിക്കാൻ ഫണ്ട് എവിടെ നിന്ന് ഉണ്ടാക്കും ചേട്ടാ, നാളെ അമ്മയുടെ കാലിൽ ഇടാനുള്ള കൊട്ടൻ ചുക്കാതെ കുഴപ്പം വാങ്ങിച്ചാൽ ചേട്ടാ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. അപ്പോഴേ അയാൾക്കുണ്ടായിരുന്ന വികാരം നഷ്ടപ്പെടും. അയാൾക്ക് ആ ബന്ധത്തിൽ തൃപ്തിയില്ലാതെ അയാൾ മടങ്ങേണ്ടി വരും, തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ആണ് പല ബന്ധങ്ങളും വിട്ടുപോകാനുള്ള കാരണങ്ങൾ ഇതാണ്, പൊളിഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദൈവിക ബന്ധമാണ്, ദൈവികമാണ് ലൈംഗിക ബന്ധം. അതൊരു സാക്രഡ് യൂണിയനാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിയനാണിത്. അതിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ കണ്ടില്ലെങ്കിൽ അത് ഒരു നഷ്ടബോധം ഉണ്ടാക്കുകയും ചിലപ്പോൾ അത് പിരിയാനുള്ള കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം, അത് ലൈംഗിക ബന്ധമായാലും കൊള്ളാം, ഏതായാലും കൊള്ളാം, അവിടെ നമ്മൾ സത്യസന്ധത കാണിക്കുക, കൃത്യത കാണിക്കുക, വ്യക്തത ഉണ്ടാകുക. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇതാണ് ഓട്ടോണമസ് റിഫ്ലക്സ്. ഒരേ സമയം മനസ്സ് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ വേഗത കൊണ്ട് രണ്ട് കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സമയം ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിലും
അടുത്ത നിമിഷത്ത് മറ്റേത് വരും, പിന്നെ അടുത്ത നിമിഷം ഇത് മറ്റേത് വരും, മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഓട്ടോമോളസ് റിഫ്ലക്സ് എന്ന് പറയുന്നത്.